ഹായ് നമസ്കാരം. ഞാൻ ജയസാഗർ. ഞാനിപ്പോൾ ഉള്ളത് ശാസ്ത്ര പ്രചാരകനായ ശ്രീ നജീം കെ സുൽത്താൻ്റെ വീട്ടിലാണ്. ഇന്ന് 23-ാം തീയതി. ഇന്ന് മനസാക്ഷിയെ ഞെട്ടിച്ച, അല്ലെങ്കിൽ നമുക്ക് വളരെയേറെ വിഷമമുണ്ടായ ദാരുണമായ ഒരു അപകടം കൊട്ടാരക്കരയിൽ നടന്നു. സർ, ഈ സാഹചര്യത്തിൽ ഈ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഡ്രൈവർമാർ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്ന് വിശദമാക്കിയാൽ കൊള്ളാമായി. നമസ്കാരം. എന്തായാലും കേരള ജനതയെ ഞെട്ടിച്ച ഒരു സംഭവമായി പോയി ഇത്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് ഈ സംഭവത്തിനെന്നല്ല, ഏതൊരു അപകടത്തിനും പിന്നിൽ അറിവില്ലായ്മയാണ് യഥാർത്ഥ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത്, നമുക്ക് ഏതൊരു ടെക്നോളജി ഉപയോഗിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ പിന്നിൽ സയൻസ് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉദാഹരണത്തിന് ഫാൻ പ്രവർത്തിക്കുന്നു. ഈ ഫാൻ എങ്ങനെയാണ് കറങ്ങുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ അതിൻ്റെ കാറ്റ് കൊണ്ടാൽ മാത്രം മതി. അതുപോലെ തന്നെയാണ് നമ്മൾ മൊബൈൽ ഫോൺ സംസാരിക്കുന്നു, ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഉപയോഗിച്ചാൽ മതി, പക്ഷെ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഈ വാഹനം എന്ന് പറഞ്ഞ ടെക്നോളജി അങ്ങനെയല്ല. അത് ഈ റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര തത്വങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ അറിവില്ലായ്മയാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. റോഡ് ഉപയോഗിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഈ വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല, റോഡിൽ നിൽക്കുന്നവരും നമ്മൾ അത് അറിയേണ്ടത്, റോഡിൽ കൂടി നടക്കുന്നവരും ഒക്കെ അത് അറിയേണ്ട ആവശ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒട്ടനവധി ശാസ്ത്ര പ്രവർത്തനങ്ങൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നടന്ന അപകടത്തെ സംബന്ധിച്ച് തന്നെ നമുക്കൊന്ന് വിലയിരുത്തിയാൽ, ഒരു ഇറക്കമിറങ്ങി വന്ന വണ്ടിയാണെന്നാണ് എല്ലാവരും, ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ വളവുണ്ട്, റോഡിലേക്ക് തിരിയുന്ന ഒരു ഭാഗമുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളും ഇവിടെ എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് ഇവർക്ക് അറിയാൻ പാടില്ലാഞ്ഞതുകൊണ്ടാണ്. ഒന്നാമത് പറഞ്ഞു കേട്ടത് നമുക്കറിയാമല്ലോ, ഈ വാഹനം ഓടിച്ചയാൾക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അതായത് വലിയ വാഹനങ്ങൾ ഓടിച്ച് പരിചയമില്ല, ശീലമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ ചെറിയ വാഹനങ്ങൾ ഓടിച്ച് ശീലിച്ച ഒരാൾ വലിയ വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അവർക്ക് അറിയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ വാഹനങ്ങളെ ബ്രേക്ക് ചെയ്ത് നിയന്ത്രിക്കുന്നത് എങ്ങനെ? ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ടാണ്. അപ്പം വാഹനങ്ങളുടെ ഭാരം കൂടിയാലോ വേഗത കൂടിയാലോ ഈ വാഹനത്തിന്റെ മൊമെന്റം വർദ്ധിക്കും. ഈ വാഹനത്തിനും നല്ല ലോഡ് ഉണ്ടായിരുന്നു. പിന്നെ ഭാരം കൂടുതലാണ്. ഒന്നാമത് ടിപ്പർ ലോറിയാണ്. ലോറി ആകുമ്പോൾ അതിനകത്ത് പിന്നെ മണ്ണും കൂടെ കയറ്റിയപ്പോൾ വീണ്ടും അതിന്റെ ഭാരം കൂടിയപ്പോൾ മൊമെന്റം വർദ്ധിക്കും. ആക്കം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയണം. അപ്പോൾ ഞാനൊരു ചെറിയ പരീക്ഷണത്തിൽ കൂടി നിങ്ങളെ അത് ബോധ്യപ്പെടുത്തി തരാം. വാഹനങ്ങൾ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നത്, അതിൽ ഭാരവും അതിലെ വേഗതയും എന്തുമാത്രം അതിനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടാം. അത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ. ഞാനൊരു ടോയ് ആട്ടോയുടെ കയ്യിലുണ്ട്. ഇത് ഒരു നൂലിൽ കൊരുത്തിട്ടിരിക്കുക. അത് വളരെ ലൂസായിട്ടാണ്. ഇത് ഇതിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ അത് അവിടെ നിൽക്കും. വരാൻ പറയുമ്പോൾ മാത്രമേ വരുള്ളൂ. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വലിച്ചു പിടിക്കുന്നതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. നൂല് ലൂസ് ചെയ്യുമ്പോൾ അത് താഴേക്ക് വരും, വീണ്ടും വലിക്കുമ്പോൾ അത് അവിടെ നിൽക്കും. അതായത് വാഹനങ്ങളിൽ ബ്രേക്ക് പിടിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പിന്നിലെ ബലം, ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷനാണ്, ഘർഷണം. അതിനകത്ത് ഇവിടെയും ഞാനത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ എഴിയുടെ ഇപ്പുറത്തൂടെ വളച്ചാണ് ഈ നൂല് എടുത്തിരിക്കുന്നത്. വളച്ചാണ്. അപ്പോൾ ഞാൻ നൂല് വലിച്ചു പിടിക്കുമ്പോൾ കമ്പിയും ഈ എഴിയും നൂലും തമ്മിൽ ഒരയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഘർഷണം. ഒന്ന് ചെയ്ത് നോക്കേ, ബോധ്യപ്പെടും. കണ്ടല്ലോ, ചെറിയ ബലം പ്രയോഗിച്ചാൽ മതി, അവിടെ നിൽക്കും. ഓക്കെ. ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാം. ഒന്ന് പിടിച്ചോ, മേളിലാണോ? പിടിച്ചോ. ഇതിനെ കാണുന്നുണ്ടോ? ഇപ്പം ആട്ടോയെ കാണുന്നില്ലല്ലോ. ഇല്ല. ഇവിടെ താഴെ നോക്കിയിരിക്കുക. കൈ ഒന്ന് അല്പം ലൂസാക്കി പിടിക്കൂ. അടിയിലത്തെ കൈ ഇച്ചിരി കൂടെ ലൂസാക്കിക്കോ. ഞാനിത് വിടുമ്പോൾ ഇവിടെ കാണുമല്ലോ. കാണുമ്പോൾ ബ്രേക്ക് പിടിക്കുക. ഓക്കെ. കാണുമ്പോൾ ബ്രേക്ക് പിടിച്ചാൽ അവിടെ നിൽക്കില്ല, കുറെ കൂടെ മുന്നോട്ട് പോയേ നിൽക്കുള്ളൂ. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, നമ്മൾ കണ്ട കാര്യം തലച്ചോററിഞ്ഞ് നമുക്ക് റിയാക്ട് ചെയ്യാൻ ഒരു സമയമെടുക്കും. അതിനെയാണ് നമ്മൾ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ
കാല് ആക്സിലേറ്റർ ഇരിക്കുന്ന കാലെടുത്ത് ബ്രേക്ക് ചെയ്യാൻ മറ്റൊരു സമയം എടുക്കും. അതിന് ബ്രേക്കിംഗ് ടൈം എന്ന് പറയും. അതുപോലെ തന്നെയാണ് മൂന്നാമത്, ബ്രേക്ക് ചെയ്താൽ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച്, വണ്ടിയുടെ ഭാരം അനുസരിച്ച്, വേഗത അനുസരിച്ച്, ബ്രേക്കിന്റെ സൗകര്യം അനുസരിച്ച്, അതുപോലെ തന്നെ ടയറിന്റെ തേയ്മാനം അനുസരിച്ച് ഇതൊക്കെ നിൽക്കാൻ കുറെ കൂടി സമയമെടുക്കും. അതിനെയാണ് സ്റ്റോപ്പിംഗ് ടൈം എന്ന്. ഇതെല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 2 സെക്കൻഡിൽ കൂടുതൽ എടുക്കും. ഈ വാഹനം ഏത് വേഗതയിലാണോ വരുന്നത്, വേഗത കൂടുതലാണെങ്കിൽ അത് കൂടുതൽ സമയമെടുക്കും നിൽക്കാൻ. റൈറ്റ്? നമ്മൾ ഈ വാഹനത്തിന് പിന്നിൽ കീപ് ഡിസ്റ്റൻസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്തിനാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ ചേർത്താണ് പോകുന്നത്. യെസ്, അത് എത്ര ഡിസ്റ്റൻസ് ഇടണം? ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു 10-30 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടാവണം എന്നാണ് വൈപ്പ്. കാര്യം 2 സെക്കൻഡ് കൊണ്ട് ഈ വണ്ടി 30 മീറ്റർ കൂടുതൽ നീങ്ങും. അതുകൊണ്ടാണ് അത്രയും സമയം നമ്മൾ ബ്രേക്ക് ഇല്ലാതെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക. റൈറ്റ്? നമ്മൾ കണ്ട കാര്യം തലച്ചോറിഞ്ഞ് അടുത്ത ആക്ഷൻ നടക്കുമ്പോഴേക്കും, വണ്ടി നിൽക്കുമ്പോഴേക്കും അത്രയും സമയമെടുക്കും. ഇനി ഇതിന്റെ വേഗത കൂടിയാലോ? നോക്കൂ, ഒന്നും കൂടെ പിടിച്ചേ. കൈ ലൂസാക്കി പിടിച്ചേ. ഇവിടെ കാണുമ്പോൾ ബ്രേക്ക് പിടിക്കാം. ഞാനിത് ഇച്ചിരി സ്പീഡിൽ വിടാൻ പോവാണ്. ബ്രേക്ക് പിടിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അത് കുറെ കൂടെ സ്പീഡിൽ അങ്ങ് പോകും. ബ്രേക്ക് പിടിക്കാനായിട്ട് കുറെ സമയം എടുക്കും, കുറെ ദൂരം എടുക്കും ബ്രേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്? ഇനി ഇതിനകത്ത് ആള് കയറിയാലോ? നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ ഈ ഓരോ വാഹനങ്ങളിലും കയറാൻ അനുവദിച്ചിരിക്കുന്ന ഭാരവും ഉണ്ട്, അതുപോലെ വേഗതയും ഉണ്ട്. അതിനാണ് ഈ 3 യാത്രക്കാരെ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണ് 3 യാത്രക്കാർ മാത്രം? അത് നമുക്ക് പലർക്കും അറിയില്ല. കാര്യം ഈ വാഹനത്തെ നമുക്ക് നിയന്ത്രിക്കാൻ, ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ഗോട്ടികൾ ഇതിനകത്ത് ഇടുകയാണ്. അപ്പോൾ ഇതിന്റെ ഭാരം കൂടി. റൈറ്റ്? ഇപ്പൊ ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കിയത്, പിടിച്ചു നിർത്തേ. ഇപ്പോ നേരത്തെ വിട്ടിട്ട് പിടിച്ച് ബ്രേക്ക് ചെയ്ത് നോക്കൂ. ഇപ്പൊ നേരത്തെ ബ്രേക്ക് പിടിക്കുന്നതാണ് കാണാം. കുറെ കൂടി ബലം പ്രയോഗിക്കേണ്ടി വരും, ഫോഴ്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും. നമ്മുടെ ബ്രേക്ക് സംവിധാനം അവിടെ ഉണ്ടാക്കുന്ന ഫ്രിക്ഷൻ അത്രയേ ഉള്ളൂ. ഫ്രിക്ഷൻ കൂടുന്നില്ല. നേരത്തെ വളരെ സ്മൂത്ത് ആയിട്ട്. അപ്പൊ ഭാരം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഫോഴ്സ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു, എങ്കിലേ നിൽക്കുള്ളൂ. റൈറ്റ്? ഇനി വെച്ചോ, പിടി. ഇനി നമുക്ക് വീണ്ടും പഴയതുപോലെ നമുക്ക്, ഞാനത് കണ്ണിൽ നിന്ന് മറയ്ക്കുന്നു, കൈ ലൂസാക്കി പിടിക്കും. ഇവിടെ കാണുമ്പോഴേ ബ്രേക്ക് പിടിക്കാവൂ കേട്ടോ. ബ്രേക്ക് പിടിക്കാൻ കഴിഞ്ഞല്ലോ? ഇല്ല. കുറെ ദൂരം ചെന്നിട്ട് ആണ് അത് നിൽക്കുള്ളൂ. ഇനി കുറച്ചും കൂടെ ദൂരം വേണം അത് നിൽക്കാൻ. റൈറ്റ്? കാര്യം കൈ തട്ടി നിന്ന് പോയതാ. ഇനി നോക്കൂ, നേരത്തെ കാലിയാട്ടോ സ്പീഡ് കൂടിയപ്പോൾ എന്തായിരുന്നു? സ്പീഡ് കൂടിയപ്പോൾ നമുക്ക് ഇതേപോലെ ബ്രേക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഭാരം കൂടിയപ്പോഴും അതാണ് സ്ഥിതി. ഇനി ഭാരവും കൂടി വേഗതയും കൂടെ കൂടിയാലോ? ഒന്ന് നോക്കൂ, കൈ ലൂസാക്കി പിടിക്കോ. ഭാരവും കൂടി, ഇനി വേഗതയും കൂടെ കൂടുന്നു. ഇവിടെ കണ്ട അവിടെ ബ്രേക്ക് പിടിച്ചോണേ. ഇച്ചിരി ടൈറ്റ് ആണത്, ഇച്ചിരി ലൂസാക്കി. ഇടിച്ച് മറിഞ്ഞ് അതിലിരുന്ന യാത്രക്കാരും ഒക്കെ തെറിച്ചുപോയി. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ശാസ്ത്ര തത്വമുണ്ട്, ന്യൂട്ടന്റെ ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് മൊമന്റം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. മൊമന്റം, ആക്കം. നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താ മൊമന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാസിന്റെ വെലോസിറ്റി, അതിന്റെ ഭാരത്തെ അതിന്റെ പ്രവേഗം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് മൊമന്റം എന്ന് മാത്രം പഠിക്കുന്നു. അത് വാഹനങ്ങളിൽ എങ്ങനെയാണ് പ്രയോഗിക്കപ്പെടുന്നതെന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ അതനുസരിച്ച് നമ്മൾ അഭ്യസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക ശാസ്ത്രവും ഫ്രിക്ഷനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. എങ്ങനെയാണ് വാഹനങ്ങൾ ബ്രേക്ക് പിടിക്കുന്നതെന്ന് നമുക്ക് കണ്ടോ തൊട്ടറിഞ്ഞോ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. അപ്പോൾ വാഹനങ്ങളുടെ ഭാരം കൂടിയാലോ വേഗത കൂടിയാലോ മൊമന്റമാണ് കൂടുന്നത്. റൈറ്റ്? മൊമന്റം എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാനൊന്ന് ബോധ്യപ്പെടുത്തി തരാം. അത് ബോധ്യപ്പെട്ടേ മതിയാകൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൈ ഇവിടെ നിന്ന് വെച്ചേ, ഒന്ന് കമഴ്ത്തി വെച്ചേ. റൈറ്റ്? എല്ലാം ഒടിഞ്ഞു പോവുമോ? ഇല്ല, വെച്ചോ, നോക്കട്ടെ. എന്നിട്ട് ഞാൻ ഒരു പ്രത്യേക ഹൈറ്റിൽ നിന്ന് ഈ ചെറിയ ഗോലി ഒന്ന് ഇടുകയാണ്. ഒരു ചെറിയ വേദനയുണ്ട്. അതേ ഹൈറ്റിൽ നിന്ന് ഒരു വലിയ ഗോലി ഇട്ടാലോ? ഇപ്പോഴോ? ഇപ്പൊ നല്ലോണം വേദന. നല്ല വേദന.
അപ്പോ ഭാരം കൂടിയപ്പോഴും എന്ത് സംഭവിച്ചു? മൊമെന്റം കയ്യിൽ ഏൽപ്പിച്ച ആഘാതം കൂടി. നമുക്ക് അനുഭവമുള്ള സംഗതിയാണ്. ഇനി ചെറിയ ഗോലി ഞാൻ വീണ്ടും ഇതിനകത്ത് ഇച്ചിരി സ്പീഡ് കൂട്ടിയിടുകയാണ്. അപ്പോഴെന്താ സംഭവിക്കുന്നത് നോക്കുക. ഇപ്പോഴോ നല്ല വേദന, നല്ല വേദന ഇങ്ങനെ വെച്ചിട്ട് വലിയ വേദന ഇരിക്കട്ടെ. ഈ വലിയ ഗോലി നമ്മൾ ഇട്ടതിനേക്കാൾ വേദനിച്ചു. എന്നുവെച്ചാൽ സ്പീഡ് കൂടിയപ്പോ മൊമെന്റം കൂടി. ഈ ആദ്യം ഇട്ടതിനെക്കാട്ടും വേദനിച്ചു. ഇനി വെക്കൂ. ഇനി ഈ വലിയ ഗോലി ഭാരം കൂടുതൽ സ്പീഡും കൂടെ കൂട്ടിയാലോ എന്തായിരിക്കും സംഭവിക്കുക? അനുഭവമാണ്. അപ്പോൾ ഭാരം കൂടിയ ലോറി അത്രയും കൂടുതൽ ലോഡും കൂടെ കയറ്റി ഇറക്കമിറങ്ങി വരുന്നത് വളരെ വലിയ പ്രശ്നമാണ്. കാരണം എന്താണെന്നറിയാവോ? ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ ഫോഴ്സ് വേണം. എന്തുകൊണ്ടാ? നമ്മൾ നിരപ്പായ റോഡിൽ ബ്രേക്ക് ചെയ്യുന്ന കണക്കല്ല, ഇറങ്ങി വരുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഗുരുത്വാകർഷണ ബലം കൂടി അതിനകത്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ ഫോഴ്സ് വേണം നിർത്താൻ. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഡ്രൈവർ അതിൽ ശീലമില്ലാത്ത ആളായതുകൊണ്ട്, അങ്ങനെ ഓടിച്ച് ശീലമില്ലാത്ത ആയതുകൊണ്ടാണ് ആ വേഗതയിൽ ഇറങ്ങി വന്നത്. വേഗതയിൽ ഇറങ്ങി വന്നാൽ അയാൾക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്താലും നിൽക്കില്ല. അതാണ് അവിടെ സംഭവിച്ച. അറിയാവുന്നവരാണെങ്കിൽ പോലും അപ്പോഴെന്താ വേണ്ടേ? മുൻപ് വാൾപ്പാറയിലും അത് തന്നെയാണ് സംഭവിച്ചത്. ബ്രേക്ക് ചെയ്ത് ഇറങ്ങി വരാൻ പോലും പാടില്ല. എന്താന്ന് വെച്ചാല് ഏത് ഗിയറിലാണോ ആ കയറ്റത്ത് കയറിപ്പോയാൽ ആ ഗിയറിൽ തന്നെ ഇറങ്ങി വരണം. എഞ്ചിൻ ബ്രേക്കിംഗ് കൂടെ ചെയ്ത് വേണം നമ്മൾ ഇറങ്ങി വരാൻ. അതിന് പകരം നല്ല വേഗതയിൽ വന്നിട്ട് അവസാന നിമിഷം ബ്രേക്ക് ചെയ്യാൻ പോയാൽ ബ്രേക്ക് നമുക്ക് കിട്ടത്തില്ല, നിൽക്കൂല. കാര്യം ഇതിന്റെ മൊമെന്റം കൂടുതലാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ വളവിൽ വന്ന് തിരിഞ്ഞത്. ഈ വേഗതയിൽ വന്ന് തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപകേന്ദ്ര ബലം. എന്താ ഈ അപകേന്ദ്ര ബലം? ശരി, അപകേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സംഗതിയാണ്. ഒരു വസ്തുവിന് ഒരു ബിന്ദുവിന് ചുറ്റും ഒരു വസ്തു തിരിയുമ്പോൾ പുറത്തേക്ക് ഒരു ബലം പ്രയോഗിക്കപ്പെടും. അതാണ് അപകേന്ദ്ര ബലം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇത് നമ്മളിതിങ്ങനെ ചുറ്റും കറക്കിയിട്ട് പിടിവിട്ടാൽ എന്ത് സംഭവിക്കും? ദൂരോട്ടാണ് തെറിച്ചു, ദൂരേക്ക് തെറിച്ചു. നമ്മളെ മരണക്കരലിനകത്ത് ഈ വണ്ടികൾ ഓടിക്കുന്നില്ലേ? എന്തുകൊണ്ടാ? ആ ചരുവിൽ കൂടെ ഓടിയിട്ടും മറിഞ്ഞു വീഴാത്തതിന് കാരണം അതിന്റെ പുറത്തേക്കാണ് ആ ബലം. റൈറ്റ്. വേണമെങ്കിൽ അത് ഒന്നുകൂടി ഞാനൊന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഇത് വേണ്ട, ഇത് നമ്മൾക്ക് ഇതേപോലെ ചുഴറ്റാവുന്നതാണ് ഈ പാത്രം. പക്ഷെ ഈ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാലോ വെയിറ്റ് കൂടും. എന്നിട്ട് ഞാൻ ഇങ്ങനെ കറക്കിയാലോ ചിലപ്പോ വെള്ളം കളഞ്ഞു പോകും. നോക്ക്, ഈ വെള്ളം എന്താ മുകളിൽ ചെന്നിട്ട് താഴോട്ട് വീണുവാങ്ങേ? കാരണം അത് ഒരു ബിന്ദുവിന് ചുറ്റും ഈ വസ്തു കറങ്ങിയപ്പോൾ പുറത്തേക്കാണ് ഫോഴ്സ് ബലം പ്രയോഗിക്കുന്നത്. അത് അപകേന്ദ്ര ബലം. അപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ വലിയ ഫോഴ്സ് ആണ്. അതുകൊണ്ടാണത് തെറിച്ചു പോകാത്തത്, താഴോട്ട് വീണു പോകാത്തത്. കാര്യം ആ പാത്രത്തിലേക്കാണ് തള്ളുന്നത്. അതുകൊണ്ട് വന്നു. ഇത് നമ്മൾ വാഹനങ്ങളിൽ എങ്ങനെയാണ് പ്രയോഗിക്കപ്പെടുക? നമ്മൾ ഈ പലപ്പോഴും വളവുകൾ കണ്ടിട്ടില്ലേ? വാഹനങ്ങളിൽ ഈ ഒരു ചരിഞ്ഞ ഒരു സ്ലോപ്പ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണത്? ഞാൻ കാണിക്കാം. ഇത് കണ്ടില്ലേ? ഇത് നമ്മൾ ഈ റോഡ് ഇങ്ങനെ വളവില് ഇങ്ങനെ ഒരു ചരിഞ്ഞിട്ട് ആണ് ആ റോഡ് ഉണ്ടാവുക. അത് ഈ അപകേന്ദ്ര ബലത്തിന് മൂലം ഈ വാഹനം തെറിച്ചു പോകാതിരിക്കാനാണ്. അതേസമയം ഈ കൊട്ടാരക്കര സംഭവിച്ചത് അവിടെ വന്നിട്ട് ഒരു വലിയ റോഡിലേക്ക് കയറുക ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ എങ്ങും ഈ ബാങ്കിങ്, ഇതിന് ബാങ്കിങ് എന്നാണ് പറയുക, ഈ ബാങ്കിങ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഡെഡ് സ്ലോയിൽ വന്ന് വേണം തിരിയാൻ. അത് ചെയ്യാതെ വേഗതയിൽ വന്നപ്പോൾ അയാൾക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല, വേഗതയിൽ വന്നുപോയി. പിന്നീട് അയാൾ ബ്രേക്ക് ചെയ്താൽ നിൽക്കില്ല. കാരണം എന്താ? ഭാരം കൂടുതൽ, മൊമെന്റം കൂടുതൽ. ആ മൊമെന്റം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ആളാണ് ആ വാഹനം ഓടിച്ചത്. അറിവില്ലായ്മയാണ് അവിടുത്തെ അപകടം. ഓക്കെ, ഇത് വാഹനങ്ങളിൽ എങ്ങനെയാണ് പ്രയോഗിക്കപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതാ, നമുക്ക് ഈ ടോയ് കാർ വെച്ചത് നന്നായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കാറിന്റെ മുകളിൽ പാവ കൂട്ടിയിരിക്കുന്നു. ഞാൻ വേഗതയിൽ വണ്ടി മുന്നോട്ടെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? തെറിച്ചു പോകും. എങ്ങോട്ട് തെറിച്ചു പോകും? ബാക്കിലേക്ക്, പിന്നിലേക്ക്. നമുക്ക് ബസ്സിൽ കയറി നിൽക്കുമ്പോൾ അറിഞ്ഞൂടെ? വണ്ടി പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കും ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് നിർത്തിയാലോ?
മുന്നിലേക്കാണ് വിടുന്നത്. അതാണ് ഈ ബസ് ഡ്രൈവർമാർ ശരിക്കും ഈ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു കാരണവശാലും സഡൻ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പക്ഷെ അത് പല ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് അറിയില്ല, പ്രൈവറ്റ് ബസ്സുകാർന്നല്ല ബസ്സുകാർക്ക് അറിയില്ല എന്നുള്ളതാണ്. അവർ മൂക്കും കുത്തിയായിരിക്കും വീഴുക. റൈറ്റ്. ഈ മൂക്ക് കുത്തി വീഴുന്നതിനേക്കാൾ അപകടകരമാണ് മലർന്നു വീണാൽ തലയെന്ന് പുറകോട്ടിടിച്ച് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം. ഇനി താൻ നോക്കൂ, ഞാൻ ഈ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? രണ്ടും അതിന് ഇനർഷ്യ എന്ന് പറഞ്ഞ സംഗതിയാണ്. ഇനർഷ്യ, ജഡത്വം എന്ന് പറയും. മനസ്സിലായി? നിശ്ചലമായ ജഡത്വം, ചലന ജഡത്വം കൊണ്ടാണ് അങ്ങനെ. ഇനി താൻ നോക്കൂ, ഞാൻ ഇതിനെ ഈ വണ്ടി ഇങ്ങനെ വളയ്ക്കുകയാണ്. വളയ്ക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കുക. ഇങ്ങനെ സംഭവിച്ചത് സൈഡിലേക്ക്. ഞാൻ വലത്തേക്ക് വളച്ചപ്പോൾ ഇടത്തേക്ക് വീണു, ഇടത്തേക്ക് വളച്ചാൽ വലത്തേക്ക് തിരിച്ചു വീണു. റൈറ്റ്. അപ്പൊ ഇതെന്താ സംഭവിച്ചത്? ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് സംഭവിച്ചത്. ഇങ്ങനെ വലത്തേക്ക് വളച്ചപ്പോൾ ഇതിനകത്ത് പുറത്തേക്ക് ആണ് ബലം പ്രയോഗിക്കപ്പെടുകയും ഫോഴ്സ് പ്രയോഗിക്കപ്പെടുകയും അത് പുറത്തേക്ക് തിരിച്ചു. ഇത് വലിയ വാഹനങ്ങളാകുമ്പോൾ, ഭാരം കൂടുമ്പോൾ, ഈ വേഗതയിൽ വന്ന് വളയ്ക്കുമ്പോഴും എന്തായിരിക്കും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുതലായിരിക്കും. റൈറ്റ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോ, ഈ വണ്ടി എങ്ങനെയാ സ്കിഡ് ചെയ്യുന്നത് നോക്കണം. സ്കിഡ് ചെയ്ത് പോയത് കണ്ടില്ലേ? അപ്പോ ഇവിടെ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ വരികയും, ഇതിപ്പം ഹൈറ്റ് കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട്, ഹൈറ്റ് ഉള്ള വണ്ടി ആയിരുന്നെങ്കിൽ ഇതങ്ങ് മറിയും. ഇങ്ങനെ. അത് മാത്രമല്ല, മണ്ണ് കയറ്റിയ ലോറിയാണ്. മണ്ണ് കയറ്റിയ ലോറി എന്ന് പറഞ്ഞാൽ മണ്ണ് ലൂസാണ്, ഇത് ഫിറ്റഡ് അല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുമ്പോൾ ഈ മണ്ണ് ഒരു വശത്തേക്ക് തള്ളും. ആ മണ്ണാണ് എന്ത് ചെയ്തത്? ഈ വണ്ടിയെ മറിച്ചിട്ടത്. അതാണ് കുട്ടികളുടെ ദേഹത്തേക്ക് വീണത്. ഓക്കെ, ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ സഹോദരങ്ങൾ വലിയ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ ഈ ചെറുവാഹനങ്ങളുമായി, അതായത് 2 വീലറുകളുമായി ഈ വലിയ വാഹനങ്ങളുടെ പിന്നാമ്പറത്തൂടെ കയറി കാണാമറയത്തുകൂടി വാഹനത്തിന്റെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുന്നത്. ആ മക്കളെ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ കണ്ടാൽ പോലും അവർക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ദയവായി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം റോഡിൽ കൂടി വാഹനങ്ങൾ ഓടിക്കാൻ. ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്നും ഓർക്കാതെ വാഹനം ഓടിച്ചാൽ അപകടത്തിലേക്കാണ് ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വണ്ടി ഓടിക്കുന്ന, വാഹനം ഓടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇത് മനസ്സിലാക്കി വാഹനം ഓടിക്കുന്നത് നല്ലതാണ്. ഈ അറിവ് പകർന്നു തന്നതിന് അങ്ങേക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. പ്രേക്ഷകരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.